നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകത്തിന്റെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ സൗഹൃദ സമവാക്യങ്ങൾ മാറി മറിഞ്ഞേക്കാവുന്ന നിർണായക കൂടിക്കാഴ്ചകളാണ് ചൈനയിലെ ടിയാജിനിൽ നടക്കുന്നത്. അമേരിക്ക ഉൾപ്പെടുന്ന പാശ്ചാത്യ ശക്തികൾ ചെക്ക് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ, റഷ്യ, ചൈന ത്രിരാഷ്ട്ര കൂട്ടായ്മയിൽ നയങ്ങൾ രൂപപ്പെടുന്നത്. ആ നയങ്ങളെ ഉറ്റുനോക്കുകയാണ് ലോകവും. ഇനി സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണം നോവായി മാറുന്നു. ഒപ്പം രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന ആശങ്കയും ഏറുകയാണ്. വിശദമായ വാർത്തകൾ നോക്കാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ന് ചൈനയിൽ മോദി പുടിൻ കൂടിക്കാഴ്ച. യുക്രൈൻ സംഘർഷവും അമേരിക്കയുടെ പിഴ തീരുവയും ചർച്ചയാകും. ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ന് പ്രധാനമന്ത്രി സംസാരിക്കും. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് ഇന്ന് 2 മരണം. മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞും 52 വയസ്സുള്ള വീട്ടമ്മയും. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് ഇന്ന് സമാപനം. മഹാറാലി 11 മണി മുതൽ. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും തൃണമൂൽ കോൺഗ്രസും പങ്കെടുക്കും. ബീഹാർ SIRൽ പരാതികൾ സമർപ്പിക്കാൻ കൂടുതൽ സമയം തേടിയുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതി തുടരുന്നു. നാശനഷ്ടം വിലയിരുത്താൻ കേന്ദ്ര സമിതിയെ നിയോഗിച്ചു. ജമ്മു കശ്മീരിലെ ദുരന്തബാധിത മേഖലകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് സന്ദർശിക്കും. പ്രീമിയർ ലീഗിൽ ലിവർപൂളിന് ജയം. ആഴ്സണലിനെ 1 ഗോളിന് തോൽപ്പിച്ചു. മാഞ്ചസ്റ്റർ സിറ്റിക്ക് തുടർച്ചയായ 2ാം തോൽവി. കാഫ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഇന്ന് ഇറാനെ നേരിടും. ടിയാജിനിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ 2ാം ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. പ്രതിരോധം, ഊർജ്ജ ബന്ധങ്ങൾ, റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക നടപടികൾ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന ആശങ്കയ്ക്കിടെ പുടിനുമായുള്ള കൂടിക്കാഴ്ചയെ ഏറെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് അമേരിക്ക നികുതി ചുമത്തിയത് ചർച്ചയായേക്കും. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് 50% നികുതി ചുമത്തിയ ട്രംപ് ഭരണകൂടത്തിന് ചൈനയിൽ വെച്ച് നടക്കുന്ന ഈ കൂടിക്കാഴ്ച ഒരു ശക്തമായ സന്ദേശം നൽകുമെന്നാണ് വിലയിരുത്തൽ. ഇരു രാജ്യങ്ങളും തമ്മിൽ ദശാബ്ദങ്ങളായി അടുത്ത ബന്ധമുണ്ട്. ഈ വർഷം ഡിസംബറിൽ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന വാർത്തകളും വരുന്നുണ്ട്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച. റഷ്യ യുക്രൈൻ സംഘർഷം ചർച്ചാ വിഷയമാകും. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 പേർ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞും 52 വയസ്സുള്ള വീട്ടമ്മയുമാണ് മരിച്ചത്. വിവരങ്ങളുമായി MM രാഗേഷ് കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. രാഗേഷ്, വലിയൊരു സങ്കടകരമായ വാർത്തയാണ് രാവിലെ കേൾക്കുന്നത്. ഈ രോഗം ബാധിച്ച് ചികിത്സയിലുള്ള 3 മാസം പ്രായമുള്ള കുഞ്ഞും 52 വയസ്സുള്ള വീട്ടമ്മയുമാണ് മരിച്ചത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 പേർ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞും 52 വയസ്സുള്ള വീട്ടമ്മയുമാണ് മരിച്ചത്. പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട് എങ്കിലും വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി MM രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, ഈ സംസ്ഥാനത്ത് എത്തുമ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണം നോവായി മാറുന്നു. ഒപ്പം വീട്ടമ്മയും മരിച്ചു. ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. ഈ ഒരു വാർത്ത ആശങ്ക ഉണ്ടാക്കുകയല്ലേ? ഗോപിക, പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ആശങ്ക എന്നുള്ള തരത്തിലേക്ക് നമുക്ക് പറയാനാവില്ല. കാരണം കുറച്ച് ദിവസങ്ങളായി തന്നെ ഇവർ എല്ലാം തന്നെ ചികിത്സയിൽ തുടരുകയാണ്. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലുള്ള കുറച്ച് രോഗികൾ കൂടെ ഇപ്പോഴും അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ തുടരുന്നുണ്ട്. ഇപ്പോൾ മലപ്പുറം കാപ്പിൽ സ്വദേശിയായ 52 വയസ്സുകാരിയാണ് മരിച്ചിട്ടുള്ളത്. മെഡിക്കൽ കോളേജിലേക്ക് 5-ാം തീയതിയാണ് ഇവരെ പ്രവേശിപ്പിക്കുന്നത്. ഇന്നലെയാണ് മരണം സ്ഥിരീകരിച്ചത്.
ഇവർക്ക് രോഗം ബാധിച്ച് ഏകദേശം 1.5 മാസക്കാലമായി ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുകൂടാതെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ ഉണ്ടായിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചിട്ടുള്ളത്. കോഴിക്കോട് ഓമശ്ശേരി സ്വദേശിയായ ആളുടെ കുഞ്ഞാണ് മരിച്ചിട്ടുള്ളത്. 28 ദിവസമായി ഈ കുഞ്ഞും ചികിത്സയിൽ തുടരുകയായിരുന്നു. നിലവിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലുള്ളവർ ചികിത്സയിൽ തുടരുന്നുണ്ട്. അതേസമയം തന്നെ നേരത്തെ തന്നെ കുളത്തിൽ നിന്ന് ബാധിച്ച ആളുകളുണ്ട്. നേരത്തെ ഓമശ്ശേരിയിൽ നിന്ന് മറ്റൊരു സ്വദേശിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. ഇവിടെയുള്ള ജലാശയങ്ങളും ഒപ്പം തന്നെ കുടിവെള്ള സ്രോതസ്സുകൾ ഉൾപ്പെടെ എല്ലാം തന്നെ ശുചീകരിക്കുന്ന നടപടികളിലേക്ക് പോയിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള ജനകീയ ക്യാമ്പയിനിലൂടെ മുഴുവൻ സംസ്ഥാനത്തെ ടാങ്കുകളും മറ്റും ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളും നടത്താൻ സംസ്ഥാന സർക്കാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ തന്നെ രോഗം ബാധിച്ച പല ആളുകളുമാണ് ഇപ്പോഴും ചികിത്സയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മരണസംഖ്യ കേൾക്കുമ്പോൾ നമ്മൾ അത്രമാത്രം ഭീതിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് തോന്നുന്നത്. ഗോപിക. ശരി, കോഴിക്കോട് നിന്നും MM രാഗേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. വോട്ടർ പട്ടിക ക്രമക്കേട്, വോട്ട് മോഷണം എന്നിവയ്ക്കെതിരെ ബീഹാറിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്രയുടെ സമാപനം ഇന്ന് രാവിലെ 10:45 പട്നയിലെ ഗാന്ധി മൈതാനിയിൽ നിന്ന് മഹാറാലി ആരംഭിക്കും. അംബേദ്കർ പാർക്കിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് ഔദ്യോഗിക സമാപനമാകും. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കൾ സമ്മേളനത്തിൽ അണിനിരക്കും. ഓഗസ്റ്റ് 17 ആരംഭിച്ച യാത്ര 111 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചാണ് അവസാനിക്കുന്നത്. സഖ്യത്തിന്റെ ഭാഗമല്ല എങ്കിലും സമാപന സമ്മേളനത്തിൽ തൃണമൂൽ കോൺഗ്രസും പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ 16 ദിവസമായി രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാർ യാത്രയുടെ സമാപനം ഇന്ന് നടക്കും. ഈ സമാപന ചടങ്ങ് ദേശീയതലത്തിൽ BJPക്കെതിരെ പ്രതിപക്ഷ ശക്തി പ്രകടനമായി തന്നെ മാറുമെന്നുള്ളത് ഉറപ്പാണ്. ഈ യാത്ര വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസും, അല്ലേ? ഗോപിക, 111 നിയമസഭാ മണ്ഡലങ്ങളിൽ 1300 കിലോമീറ്റർ സഞ്ചരിച്ചാണ് വോട്ടർ അധികാര യാത്രയുടെ പര്യടനം പൂർത്തിയാക്കിയത്. അതിന്റെ ഭാഗമായുള്ള യാത്രയുടെ ഭാഗം തന്നെയാണ് ഇന്ന് സമാപന സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 11:45 ഗാന്ധി മൈതാനിയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. അത് 12:15 തന്നെയാണ് അംബേദ്കർ സ്മാരകത്തിന് സമീപം, പ്രതിമയ്ക്ക് സമീപമായി എത്തിച്ചേരുക. അവിടെയുള്ള വലിയ സമ്മേളനം ആണ് 12:15 ഒരുക്കിയിട്ടുള്ളത്. ആ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി ബീഹാറിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ടാകും. ഗോപിക നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷ സഖ്യത്തിന്റെ വലിയ ശക്തി വിളിച്ചോതാനുള്ള ഒരു സമ്മേളനമായി ഇതിനെ മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസും മറ്റ് പാർട്ടികളും എല്ലാം തന്നെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ യോഗത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇന്ത്യ സഖ്യത്തിന്റെ പൊതുപരിപാടികളുടെ ഭാഗമല്ല എങ്കിൽ കൂടി തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധികൾ ഈ യോഗത്തിലേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരായ വലിയ വികാരമായി ഈ റാലിയെ മാറ്റാനാണ് നിലവിൽ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ റാലി കടന്നുപോയ സമയങ്ങളെല്ലാം തന്നെ ഈ വോട്ട് മോഷണവും അതുപോലെ തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിരവധിയായ ആരോപണങ്ങളാണ് കേന്ദ്ര സർക്കാരിനും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെയൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയും മറ്റ് പാർട്ടികളുടെ നേതാക്കളും എല്ലാം തന്നെ ഉന്നയിച്ചത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ സമയത്ത് ഈ റാലി അത് രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയും അതിൽ തന്നെ അതിന് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസും ഒപ്പം തന്നെ തേജസ്വി യാദവ് എല്ലാം തന്നെ ഉദ്ദേശിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ പൂർണ്ണമായും തേജസ്വി യാദവ് ഉണ്ടായും. അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ അഖിലേഷ് യാദവ് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഒപ്പം തന്നെ കനിമൊഴിയും ഒക്കെ തന്നെ എത്തുന്ന സാഹചര്യം. ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ രംഗത്തിറക്കുന്ന സാഹചര്യം. ഇന്ന് CPM-ന്റെ ജനറൽ സെക്രട്ടറി അടക്കം CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് ഈ സമാപന സമ്മേളനത്തിൽ ഭാഗമാകുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മുഴുവൻ നേതാക്കളെയും എത്തിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വികാരം ഉയർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം തന്നെ ഈ റാലി കൊണ്ട് കാര്യമായി പ്രയോജനമില്ല എന്നുള്ളത് തന്നെയാണ് BJP വിമർശനമായി ഉന്നയിക്കുന്നത്. ഈ റാലി കൊണ്ട് ഒരു നേട്ടവും ബീഹാറിൽ ഉണ്ടാക്കാൻ കോൺഗ്രസിനോ സഖ്യകക്ഷികൾക്കോ കഴിയില്ല എന്ന് BJP ആവർത്തിക്കുന്നുണ്ട്. പ്രശാന്ത്, ഈ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടി സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ടല്ലോ. അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? സാങ്കേതിക സർവകലാശാല VC ആണ് സുപ്രീം കോടതിക്ക് മുൻപാകെ ഒരു ഹർജി കൊണ്ടുവന്നത്. നേരത്തെ ഈ സംസ്ഥാനത്തെ
സർവകലാശാലയുമായി ബന്ധപ്പെട്ട അതിന്റെ സെലക്ട് കമ്മിറ്റി അടക്കം വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന് ആവശ്യമായ നടപടികളുമായി ബന്ധപ്പെട്ട പ്രത്യേക കമ്മീഷനെയൊക്കെ സുപ്രീം കോടതി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ അതിനുശേഷവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട സർക്കാർ ഇപ്പോഴും ഗവർണറുമായി ഏറ്റുമുട്ടലിൽ തന്നെയാണുള്ളത്. VC-യുടെ നിയമനത്തിൽ ഇപ്പോഴും സർക്കാർ തൃപ്തരല്ല. സർക്കാർ നൽകിയ പട്ടികയ്ക്ക് പുറത്ത് നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് സർക്കാരിന്റെ ആരോപണം. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് സർക്കാർ അവിടെ സിൻഡിക്കേറ്റ് യോഗം ചേരാൻ സർക്കാർ പ്രതിനിധികൾ എത്തുന്നില്ല. അത് കേരളത്തിൽ ഈ KTU മാത്രമല്ല വിവിധ സർവകലാശാലകളിൽ സമാനമായ സ്ഥിതി തന്നെയാണ്. സർക്കാർ ഗവർണർ പോരിന്റെ മറുപക്ഷമാണ്. അത് ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഭരണസ്തംഭനമുണ്ട്. സ്വാഭാവികമായും സാമ്പത്തിക കാര്യങ്ങൾ പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. മാത്രമല്ല ഡാറ്റ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട സാങ്കേതിക സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടടക്കം തന്നെ വലിയ പ്രതിസന്ധി സർവകലാശാല നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഇന്റർനെറ്റ് സംവിധാനം വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യത്തിലുണ്ട് എന്നുള്ളതാണ് സാങ്കേതിക സർവകലാശാല VC സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ സർക്കാരിനോട് ഈ തങ്ങളുടെ അംഗങ്ങളെ അടിയന്തരമായി എത്തിക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ അവർ ഹാജരാകാനുള്ള നിർദ്ദേശം നൽകണം എന്നുള്ളതായിരുന്നു ഹർജിയിലെ ആവശ്യം. ഈ സാഹചര്യത്തിൽ ഈ ഹർജി പരിഗണിച്ചിരുന്നു നേരത്തെ. ആ സമയത്ത് സർക്കാരിനോട് ഇത് സംബന്ധിച്ച മറുപടി നൽകാൻ നിർദ്ദേശം നൽകിയിരുന്നു. മാത്രമല്ല സർക്കാരിന്റെ അംഗീകാരത്തോടു കൂടിയല്ല ഈ VC നിയമനം, ചട്ടവിരുദ്ധമായാണ് VC നിയമിച്ചത് എന്നുള്ളതാണ് സർക്കാർ ഇപ്പോഴും വാദിക്കുന്നത്. പക്ഷേ അതേസമയം അനിശ്ചിതകാലമായി ഇങ്ങനെ ഒരു പ്രതിസന്ധി മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിദ്യാർത്ഥി സമൂഹത്തിനടക്കം നൽകുന്ന സന്ദേശം നല്ലതല്ല എന്നുള്ളതാണ് സുപ്രീം കോടതി നിലപാട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആരെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യണമെന്ന് വളരെ കൃത്യമായി തന്നെ സുപ്രീം കോടതി നിലപാടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് നിലപാടാണ് സർക്കാർ ഇക്കാര്യത്തിൽ എടുക്കുക എന്നുള്ളതാണ് ഈ ഹർജി പരിഗണിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, ഡൽഹിയിൽ നിന്നും KK പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എതിർപ്പുകൾ സമർപ്പിക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. എതിർപ്പുകളും അവകാശവാദങ്ങളും സമർപ്പിക്കാൻ അടുത്ത മാസം 1 വരെ സമയം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം. വിഷയത്തിൽ RJD ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഹർജികൾ അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് കോടതി ഹർജി ഇന്നത്തേക്ക് മാറ്റിയത്. അതേസമയം SIR-ൽ പരാതികൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മു കശ്മീരിലെത്തും. സംസ്ഥാനത്തെ പ്രളയ സാഹചര്യം നേരിട്ട് വിലയിരുത്തും. ജമ്മു കശ്മീർ രാജ്ഭവനിൽ ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും. പ്രളയബാധിത മേഖലകളിൽ ആഭ്യന്തരമന്ത്രി ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തും. മേഘവിസ്ഫോടനവും മണ്ണിടിച്ചിലും നാശനഷ്ടം വിതച്ച ജമ്മു കശ്മീരിലും ഹിമാചലിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ജമ്മു കശ്മീരിലെ റംബാനിലും റിയാസിലും ഉണ്ടായ മണ്ണിടിച്ചിലിലും മേഘവിസ്ഫോടനത്തിലുമായി 12 പേരാണ് മരിച്ചത്. കാണാതായവർക്കായി തിരച്ചിൽ ഊർജിതമാണ്. കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രത്യേക ട്രെയിൻ സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക ചൂഷണ പരാതികളിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം ഇന്ന് മുതൽ നടപടികൾ ആരംഭിക്കും. രാഹുലിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ച സിനിമാ താരവും മുൻ മാധ്യമ പ്രവർത്തകയുമായിരുന്ന റിനി ആൻഡ് ജോർജ് അടക്കമുള്ളവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ദേവിക ചേരുന്നുണ്ട്. ദേവിക, ഈ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ ആദ്യ നീക്കം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അങ്ങനെ തന്നെയാണ് ഗോപിക. അതായത് ആദ്യം ഇത്തരത്തിൽ ഈ MLA-ക്കും എതിരെ ആരോപണവുമായി മുന്നോട്ട് വന്നത് ഈ നടിയും മാധ്യമപ്രവർത്തകയും ഒക്കെയായ റിനി ആൻഡ് ജോർജും ട്രാൻസ് വുമൺ അവന്തികയും ഒക്കെയാണ്. അവരുടെ മൊഴി എന്തായാലും ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തും. DYSP ഷാജിക്കാണ് അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ളത്. ഈ വാട്സ്ആപ്പ് ചാറ്റുകളും കോളുകളും ഒക്കെ ഈ ഒരു കേസിൽ തെളിവുകളായി വരുന്നതുകൊണ്ട് തന്നെ സൈബർ വിദഗ്ധരും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആദ്യം മൊഴിയെടുക്കുക പരാതി നൽകിയവരുടേതായിരിക്കും. നിലവിൽ ഈ അതിജീവിതകൾ ആരും തന്നെ നേരിട്ട പരാതി നൽകിയിട്ടില്ല. മൂന്നാം കക്ഷികളുടെ പരാതിയാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കയ്യിലുള്ളത്. 10-ലേറെ പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അതിൽ തന്നെ പലതും ഇമെയിൽ സന്ദേശം വഴി ലഭിച്ചവയാണ്. ആ പരാതിക്കാരെ നേരിട്ട് വിളിച്ചു വരുത്തി പരാതി രേഖപ്പെടുത്തുകയും അവരുടെ മൊഴി എടുക്കുകയുമായിരിക്കും ആദ്യം ചെയ്യുക. അതിനുശേഷമാണ് അതിജീവിതകളുടെ മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് സംഘം ശ്രമിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MLA ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ച അതിജീവിതയുടെ അടക്കം മൊഴി രേഖപ്പെടുത്താൻ സാധിക്കുമോ എന്നും ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കുന്നുണ്ട്. പരാതി ലഭിക്കാൻ സാധ്യതയില്ലെങ്കിലും അതിജീവിത എന്ന നിലയിൽ മൊഴി ലഭിക്കുമെന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രതീക്ഷ. എന്തായാലും ഇത്തരത്തിൽ ഈ എല്ലാ അതിജീവിതകളുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം കടക്കുക. അതേസമയം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കൽ കേസിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഗോപിക. ഹരിപ്പാട് ആനയുടെ കുത്തേറ്റ പാപ്പാൻ മരിച്ചു. തെങ്ങമം സ്വദേശി മുരളീധരൻ നായരാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. കുത്തേറ്റ 2ാം പാപ്പാന്റെ നില ഗുരുതരമാണ്. ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആനയാണ് ഇടഞ്ഞത്.
വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില കുറഞ്ഞു. സിലിണ്ടറിന് 50 രൂപ 50 പൈസയാണ് കുറഞ്ഞത്. കൊച്ചിയിലെ പുതിയ നിരക്ക് 1587 രൂപയാണ്. എണ്ണ വിപണന കമ്പനികളുടെ പ്രതിമാസ പരിഷ്കരണത്തിലാണ് തീരുമാനം. ഇന്നു മുതൽ പുതിയ വില പ്രാബല്യത്തിലാകും. ഡൽഹിയിൽ 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ ചില്ലറ വിൽപ്പന വില 1580 രൂപയായിരിക്കും. വീട്ടാവശ്യത്തിനുള്ള ഗ്യാസ് വിലയിൽ മാറ്റമില്ല. എത്രയൊക്കെ ആർട്ടിഫിഷ്യൽ പൂക്കളും പൂക്കളങ്ങളും വന്നാലും പൂവിപണി സജീവമാണ്. വിനായക ചതുർത്ഥിയും ഓണവും പ്രമാണിച്ച് വില അല്പം കൂടുതലാണ് എങ്കിലും ആവശ്യക്കാർക്ക് ഒട്ടും കുറവില്ല. തിരുവനന്തപുരത്തെ പൂവിപണിയുടെ കാഴ്ചകൾ കാണാം. എല്ലാ വർഷവും പല മാറ്റങ്ങളും ഉണ്ടാകാറുണ്ട്. മാറാത്തതായി ചിലതുമുണ്ട്. അവയിലൊന്നാണ് പൂക്കളും പൂക്കളങ്ങളും. വിവിധ നിറത്തിലുള്ള പൂക്കൾ പൂക്കളത്തിന് അത്യാവശ്യമാണ്. വിനായക ചതുർത്ഥി കഴിഞ്ഞ ഉടൻ ഓണക്കാലം കൂടി എത്തിയതോടെ വിപണിയിൽ പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ബാംഗ്ലൂർ, മധുര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമാണ് സംസ്ഥാനത്ത് പൂക്കൾ എത്തുന്നത്. പൂക്കൾക്കൊക്കെ വിപണിയിൽ അതുകൊണ്ട് തന്നെ അല്പം വിലയും കൂടുതലാണ്. എങ്കിലും ഓണമല്ലേ, പൂക്കളില്ലാതെ എന്തോണമല്ലേ? വില നന്നായിട്ടുണ്ടെന്ന് തോന്നി. ഞങ്ങൾ എന്തുവരെ 200 രൂപയുടെ പൂവേ മേടിച്ചുള്ളൂ. പൂക്കളുടെ വില കൂടിയിട്ടുണ്ട്, സാധനങ്ങളുടെ വില, എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്. ഭയങ്കര റേറ്റായി. നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചതിനേക്കാളും കുറച്ച് കൂടുതൽ റേറ്റാണ് ഇവർ ചോദിക്കുന്നത്. അന്യനാട്ടിൽ നിന്നും വരുന്നത് കൊണ്ട് തന്നെ പഴയ കാലങ്ങളെ അപേക്ഷിച്ച് വില വർദ്ധിച്ചതായി വ്യാപാരികളും പറയുന്നു. വില ഇച്ചിരി കൂടുതലാണ്. ഈ ബന്ധിക്ക് 110 രൂപയുടെ വില ബാംഗ്ലൂർ. എല്ലാം ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ്. അവിടെ വിനായക ചതുർത്ഥി 4 ദിവസം ഉണ്ടായിരുന്നു. ഇന്നലെ വരെ വില കൂടുതലാണ്. ഇപ്പോൾ കച്ചവടം വളരെ കുറവാണ്. മഴയില്ലായതുകൊണ്ടാണ് വളരെ കുറവ്. പിന്നെ വരുന്നവർക്ക് സാധനം കൊടുക്കും. ഓണാഘോഷങ്ങളൊക്കെ തകൃതിയായി നടക്കുകയാണ്. എത്രയൊക്കെ ആർട്ടിഫിഷ്യൽ പൂക്കളും പൂക്കളങ്ങളും വന്നാലും ഈ നാടൻ പൂക്കളുടെ തട്ട് അത് താണു തന്നെ ഇരിക്കും. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഓണം എന്നാൽ ശർക്കരയുടെയും ശർക്കര വരട്ടിയുടെയും കാലം കൂടിയാണ്. അതും നല്ല നാടൻ ശർക്കരയാണെങ്കിൽ പ്രിയമേറും. അത്തരത്തിൽ ഓണത്തിന് മധുരം വിളമ്പാൻ പത്തനംതിട്ട ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നാടൻ ശർക്കര തയ്യാറാക്കുന്നുണ്ട്. അതിൽ പ്രധാനിയായ വള്ളിക്കോട് ശർക്കരയുടെ ഉൽപ്പാദനം തകൃതിയായി നടക്കുകയാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കരിമ്പ് കൃഷിക്കും ശർക്കര ഉൽപ്പാദനത്തിനും പ്രശസ്തമായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് ഗ്രാമം. എന്നാൽ കരിമ്പ് കൃഷി നിലച്ചതോടെ വള്ളിക്കോട് ശർക്കര പഴയ തലമുറക്കാരുടെ മനസ്സിലെ മധുരിക്കുന്ന ഒരു ഓർമ്മ മാത്രമായി. 4 വർഷം മുൻപ് കൃഷി വകുപ്പും ഗ്രാമപഞ്ചായത്തും ഒരു വിഭാഗം കർഷകരും കൈകോർത്തതോടെ വള്ളിക്കോട് ശർക്കരയും കരിമ്പ് കൃഷിയും പഴമക്കാരുടെ മനസ്സുകളിൽ ഗതകാല സ്മരണകൾ ഉണർത്തിക്കൊണ്ട് മടങ്ങിയെത്തി. ഏതാണ്ട് 3.5 ഏക്കറോളം സ്ഥലത്തെ കൃഷി ചെയ്യുന്നുണ്ട്. പഞ്ചായത്തും കൃഷിഭവനും കൂടെ നമ്മളെ സംയുക്തമായി ചേർന്ന് വള്ളിക്കോട് ബ്രാൻഡ് ശർക്കര നഷ്ടപ്പെട്ടു പോയ പ്രതാപം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അത് പുനരാരംഭിക്കണം എന്ന നിർബന്ധത്തിന് വഴങ്ങി. പിന്നെ ഞങ്ങൾ പണ്ട് ചെയ്ത് ശീലിച്ചതുകൊണ്ട് വീണ്ടും തുടങ്ങിയതാണ്. കർഷകർ നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതും മായമില്ലാത്തതുമായതിനാൽ തന്നെ പാക്ക് ചെയ്ത ഉടൻ വള്ളിക്കോട് ശർക്കര വിറ്റുതീരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തിരിച്ചുവരവിന്റെ പാതയിലാണെങ്കിലും ഈ വർഷം പന്നിശല്യവും കാലാവസ്ഥ പ്രതികൂലമായതും കൃഷിക്ക് കുറവ് വരുത്തിയിട്ടുണ്ട്. കൂടുതലും നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഓണം വിപണിയെ വെച്ചിട്ടാണ്. ഓണം വിപണികൾ നമ്മൾ കാലാവസ്ഥയുടെ പ്രശ്നമുള്ളതുകൊണ്ട് മാത്രം സ്ലോ ആണെങ്കിലും ഇതൊരു ഒരു ആസക്തി പോലെയാണ്. ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കൃഷിയിൽ തിരിച്ചു കയറാനായിട്ട് ഒരിക്കലും. ഒരു കാലത്ത് 12 ശർക്കര ചക്കുകളാണ് പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് കൃഷിയിൽ നിന്ന് മിക്കവരും പിൻവാങ്ങി. ഇപ്പോൾ കൂടുതൽ കർഷകർ കരിമ്പ് കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. നിലവിൽ കൃഷി ചെയ്തു വരുന്നത് മാധുരിയും മധുരമയാണ്. അത് തന്നെ ഒരു 6 ഹെക്ടർ ടു 7 ഹെക്ടർ വരെയാണ് ടോട്ടൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച്. പിന്നെ കഴിഞ്ഞ വർഷം നമുക്കൊരു റിവോൾവിംഗ് ഫണ്ടായിട്ട് ഒരു 3 ലക്ഷം രൂപ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് തന്നിരുന്നു. അതിവരുടെ സംഘത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. റിവോൾവിംഗ് ഫണ്ടാണ്. അത് തിരിച്ച് 1 വർഷത്തെ കാലയളവ് കഴിയുമ്പോഴത്തേക്കും തിരിച്ചടയ്ക്കേണ്ടതാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് 10 ടൺ ശർക്കരയാണ് വിറ്റത്. ആവശ്യക്കാരേറിയതോടെ ഇത്തവണ 12,000-ലധികം കിലോയാണ് ലക്ഷ്യമിടുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഓണത്തിന്റെ നിറക്കാഴ്ചകൾക്ക് പ്രണയത്തിന്റെ സംഗീതവും വരികളും നൽകിയാൽ അത് ഹൃദയങ്ങളിൽ പൂക്കളങ്ങൾ തീർക്കും. നാട്ടുവഴികളിൽ ആരോടും അറിയാതെ ഒളിപ്പിച്ചു വെച്ച പ്രണയം ഓണമാകുമ്പോൾ ഒരു ചിത്രശലഭം പോലെ പാറി നടക്കും. നിലവോണം എന്ന പേരിൽ അരോമ ക്രിയേഷൻസ് പുറത്തിറക്കിയ ഓണപ്പാട്ടിൽ ഇതെല്ലാം ഉണ്ട്.
അഭിലാഷ് കെ ആശ്രാമത്തിന്റെ വരികൾ നജീം അർഷാദിന്റെ ശബ്ദത്തിലൂടെ മനോഹരമായ ഒരു ഓണപ്പാട്ടായി പിറവിയെടുത്തു. എഴുത്തിന്റെ ഗ്രാമഭംഗിയിൽ സംഗീതവും ഗാനാവിഷ്കാരവും ഒരുക്കിയതും അഭിലാഷ് കെ ആശ്രാമമാണ്. തിരുകാൽക്കര തൊട്ടു വണങ്ങി തിരുമേനി ചന്തം കണ്ട് ചിങ്ങപ്പൂ നൃത്തം വയ്ക്കുന്നേ. വരികളിലൂടെ ഓണത്തിന്റെ നിറങ്ങളും പ്രണയത്തിന്റെ പൂക്കളും കോർത്തൊരുക്കിയ ഒരു നിറമാല. നാട്ടിൻപുറത്തെ കാഴ്ചകളിലൂടെ തിരുനെറ്റിക്കൊരു കുറുതൊട്ട് തുളസിപ്പൊൻ കതിരില ചൂടിയ പ്രണയിനി. പൂമുഖമൊന്നുമിരിക്കുന്നേ നീ നെഞ്ചത്തിൽ മേളം കൊട്ടുന്നേ. അത്തപ്പൂ, ഒരു ഊഞ്ഞാൽപ്പാട്ട്, അങ്ങനെയൊക്കെ ഉള്ളതിനപ്പുറം ആ ദൃശ്യത്തിൽ അകത്തൊരു സ്റ്റോറി പറയുമ്പോൾ അപ്പോൾ അത് വരി എഴുതുമ്പോൾ തന്നെ നമ്മളെ ഉള്ളിൽ കാണും അതെങ്ങനെയാണ് അത് ദൃശ്യവൽക്കരിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അന്നേരം അങ്ങനെ സ്റ്റോറി ബേസ്ഡ് ആയിട്ടാണെങ്കിൽ കാഴ്ചക്കാർക്ക് കുറച്ചും കൂടി അത് കണ്ടുകൊണ്ടിരിക്കാൻ, പാട്ടിനോടൊപ്പം ആ ദൃശ്യത്തിൻ്റെ ഒരു പൊലിമയും കൂടെ വരുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാനുണ്ട് അവർക്കൊരു താല്പര്യമുണ്ട്. നിലവോണം ചിലർക്ക് ഉള്ളിലെ പ്രണയത്തിന്റെ ഓർമ്മകളുടെ മഷിപുരണ്ട കത്തുകളാണെങ്കിൽ പുതിയ തലമുറയ്ക്ക് അത് കേട്ടറിഞ്ഞ ഭാവനകളാണ്. അങ്ങനെ ആസ്വാദകർക്ക് പുതുമയുടെ ദൃശ്യശ്രവ്യ അനുഭവമാണ് ഈ മനോഹര ഗാനം പകർന്നു നൽകുന്നത്. ഈണത്തിൽ താളം തട്ടി കൈകൊട്ടി പാട്ടിലാടി നീ എന്നുള്ളത്തിൽ ഊയാലാടുന്നേ. അമൃത ന്യൂസ്, കൊല്ലം. ഈ ഓണക്കാലത്ത് സമ്മാന സമൃദ്ധിയുമായി എത്തുന്ന അമൃത ടിവിയുടെ നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം എന്ന വാച്ച് ആൻഡ് വിൻ സമ്മാന പദ്ധതിയിൽ 1 ലക്ഷം രൂപയുടെ മെഗാ സമ്മാനം കഴിഞ്ഞ ദിവസം സ്വന്തമാക്കിയത് കോഴിക്കോട് മാങ്കാവ് സ്വദേശി മാലതി കെയാണ്. ഏറ്റവും കൂടുതൽ ശരി ഉത്തരം അയച്ചവരിൽ നിന്നാണ് മെഗാ വിജയിയെ തെരഞ്ഞെടുത്തത്. മാലതിയുടെ പ്രതികരണം കേൾക്കാം. അഭിനന്ദനങ്ങൾ. അമൃത ടിവിയുടെ മെഗാ സമ്മാനം 1 ലക്ഷം രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ഓണക്കാലത്ത് ഒരു വലിയ സമ്മാനമാണ് വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു മെഗാ സമ്മാനം കിട്ടുമെന്ന് പങ്കെടുത്തപ്പം? ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അമൃത ടിവി പ്രോഗ്രാമൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഏതൊക്കെയാ ഇഷ്ടപ്പെട്ട പ്രോഗ്രാം? ഞങ്ങളുടെ വാർത്തകളൊക്കെ കാണാറുണ്ടോ? ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകളൊക്കെ ഏതാ? കാണാറുണ്ട്. ആനീസ് കിച്ചൻ കാണാറുണ്ട്. അമൃതവർഷം മണിക്ക് കാണും. പിന്നെ സന്ധ്യാദീപം കാണാറ്. സന്ധ്യാദീപം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ പ്രായമായ ഒരാളല്ലേ, സന്ധ്യാദീപം വലിയ ഇഷ്ടമാണ്. എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓണക്കാലാണല്ലോ, അപ്പോൾ ഒരു വലിയ സമ്മാനം, അതായത് അപ്രതീക്ഷിതമായിട്ടാണ് അമൃത ടിവിയുടെ ഒരു മെഗാ സമ്മാനം മാലതിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അതെ അതെ, സന്തോഷം കൊണ്ട് എന്താ പറയാൻ പറ്റില്ല, എന്താ ചെയ്തിട്ടുള്ളത്. ഓണനാളുകളിൽ മുഴുവനും സമ്മാന പെരുമഴ തുടരും. ഇന്നത്തെ വിജയ് നിങ്ങളാകാം. പ്രതീക്ഷയുടെ പൊന്നോണക്കാലത്ത് സമ്മാന നേട്ടത്തിന്റെ സന്തോഷം പ്രേക്ഷകരെ കാത്തിരിക്കുന്നു. അമൃത ടിവി നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം. എല്ലാ വിജയികൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ഇനി നോക്കാം ബിസിനസ് വാർത്തകൾ. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, ഇന്നത്തെ വിപണി വിലയിരുത്തൽ എങ്ങനെയാണ്? ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളും വിൽപ്പനയും പ്രകടമായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാരണം US-ന്റെ ഉയർന്ന തീരുവ നിരക്കുണ്ടാക്കിയിട്ടുള്ള ആശങ്ക തന്നെയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വിപണിക്ക് പ്രോത്സാഹനമായി ഉണ്ടായിരുന്നത് GST നിരക്കിൽ ഉണ്ടായേക്കാവുന്ന കുറവാണ്. എന്നാൽ അത് ആ തീരുമാനം നടപ്പിലാകാത്തിടത്തോളം അതിൻ്റെ ഒരു സ്വാധീനം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റക്കുറിച്ചിട്ടും പ്രധാനപ്പെട്ട ഒരു കാരണവും ഈ ആഗോള സാഹചര്യം വിപണിക്ക് പ്രതികൂലമായി നിൽക്കുന്നു എന്നത് തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ കയറ്റിറക്കങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് 24,500 എന്നുള്ള നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ ഇപ്പോൾ വിപണിയുടെ ഓരോ ഉയർച്ചയിലും വിൽപ്പന എന്നുള്ള ഒരു നിലവാരമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വിപണിയിൽ ഏതെങ്കിലും തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് കൂടുതൽ വിൽപ്പനയ്ക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വലിയ തോതിലുള്ള വിൽപ്പനയും ഒരു പരിധിവരെ വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വിൽപ്പനയിലായിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളത്തെ വിപണിയുടെ നീക്കം നോക്കിയാൽ കഴിഞ്ഞ 9 ആഴ്ചയിൽ 8 ആഴ്ചയും വിപണിയിൽ നഷ്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. ഇത് അടുത്ത കാലത്തൊന്നും ഈ രീതിയിലുള്ള ഒരു വിൽപ്പന വിപണിയിൽ ഉണ്ടായിട്ടുമില്ല. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ ഉയർന്ന തോതിൽ കയറ്റങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത. നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയായിരിക്കും വിപണിയുടെ നീക്കത്തിൽ നിർണായകം. ഈ ഒരു കഴിഞ്ഞൊരു മാസത്തെ ഓട്ടോ മേഖലയിലെ കമ്പനികളുടെ പ്രവർത്തനങ്ങൾ, വിൽപ്പന സംബന്ധിച്ച വിവരങ്ങൾ ഇന്ന് വരാൻ സാധ്യതയുണ്ട്. അത് അത്ര മികച്ചതായിരിക്കില്ല എന്നുള്ള ഒരു അനുമാനവും വിപണിയിലുണ്ട്. ഇത്തരം ഘടകങ്ങളൊക്കെ തന്നെയായിരിക്കും ഇന്നത്തെ വിപണിയെ സ്വാധീനിക്കുക.
കെ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നോക്കാം കായിക വാർത്തകൾ. പ്രീമിയർ ലീഗിൽ ലിവർപൂളിന് ജയം. ആഴ്സണലിനെ 1 ഗോളിന് തോൽപ്പിച്ചു. ഹംഗേറിയൻ താരം സോബോസ്ലായിയുടെ ഫ്രീ കിക്ക് ഗോളിലാണ് ലിവർപൂളിന്റെ ജയം. 83-ാം മിനിറ്റിലാണ് മത്സരത്തിലെ ഏക ഗോൾ പിറന്നത്. തുടർച്ചയായ 3ാം ജയത്തോടെ ലിവർപൂൾ പട്ടികയിൽ ഒന്നാമതെത്തി. മറ്റ് മത്സരങ്ങളിൽ വെസ്റ്റ് ഹാം എതിരില്ലാത്ത 3 ഗോളിന് നോട്ടിംഗ്ഹാമിനെതിരെ വിജയിച്ചപ്പോൾ ബ്രൈറ്റൺ 1-നെതിരെ 2 ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ സിറ്റിയെ തകർത്തു. കാഫ നേഷൻസ് ഫുട്ബോളിൽ ഇന്ത്യ ഇന്ന് ഇറാനെ നേരിടും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ തജിക്കിസ്ഥാനെ തോൽപ്പിച്ചിരുന്നു. 4-ന് അഫ്ഗാനിസ്ഥാനെ നേരിടും.